ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള ഒരു ബണ്ണി ചെയ്തെടുത്താലോ? ഒരു ലോങ് ഇയേഴ്സൊക്കെ വെച്ചിട്ടുള്ള ഒരു ബണ്ണിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കസ്റ്റമർ എനിക്കൊരു റെഫറൻസ് പിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ആ ഒരു പിക്കിലുള്ളത് പോലെയുള്ള കളേഴ്സും അതുപോലെ ഒരു ഡ്രസ്സും ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ബണ്ണി ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് കോട്ടൺ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മാജിക് നീഡിൽസ് നിന്ന് വാങ്ങിച്ചിട്ടുള്ള കോട്ടൺ എന്ന ബ്രാൻഡാണ്. 2 ആണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. 100% കോട്ടൺ ആണ്. ഇതിന് വെയിറ്റ് വരുന്നത് 150 റുപ്പീസാണ്. അപ്പോൾ ഇത് നമുക്ക് 4 പ്ലേ യാണാണ് കേട്ടോ. 4 പ്ലേ ആയതുകൊണ്ട് ഞാൻ 2.5 mm ഉക്സെറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ആവശ്യമുള്ളത് ഒരു സ്റ്റിച്ച് മാർക്കറും ആണ് കേട്ടോ. ഫസ്റ്റ് നമുക്കൊരു മാജിക് സർക്കിൾ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ലൂപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ചെയിൻ 1 ചെയ്യാം. ചെയിൻ സ്പേസ് ഈ ഒരു സർക്കിളിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാനോൾ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. യാനോൾ ചെയ്യുക, ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടും. ഈ ഒരു സർക്കിളിൽ നമ്മൾ 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഈ ഒരു യാണുണ്ടല്ലോ, അപ്പോൾ നമ്മളിതിങ്ങനെ പിടിച്ചു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്കത് ആ ഒരു സർക്കിൾ മിസ്സായി പോകും. ഈ ഒരു സർക്കിളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാനോൾ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. യാനോൾ ചെയ്യുക, ഈ 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് സെക്കൻഡ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടി. ഇനി സെൻറ്ററിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3rd സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 4th 5th 6th അങ്ങനെ നമുക്ക് ഈ ഒരു സെൻറ്ററിൽ 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ ഒരു ടൈലൻഡ് ഉണ്ടല്ലോ, ഈ ടൈലൻഡ് വലിച്ച് ടൈറ്റ് ആക്കുമ്പോൾ ആ ഒരു സർക്കിൾ റിമൂവ് ആയി കിട്ടും കേട്ടോ. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ചെയിൻ സ്റ്റിച്ച് പോലെ കാണൂലേ, ഈ ഒരു ചെയിൻ സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ 2 ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അതിന് ശേഷം യാനോ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. 2 ലൂപ്പ് കിട്ടും. ഞാൻ ചെയ്യുക, ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കിത് സെക്കൻഡ് റൗണ്ടിലെ ഫസ്റ്റ് സിംഗിൾ ക്രോഷേ ആണ്. നമ്മളിവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത് എല്ലാ ചെയിനിലും 2 സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് റൗണ്ടിൽ 6 സിംഗിൾ ക്രോഷേ ചെയ്തത് നമ്മൾ 8 സിംഗിൾ ക്രോഷേ ആയിട്ട് ഇൻക്രീസിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ചെയിനിൽ നമ്മളൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു, അതിൽ നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചു. ഇനി സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാനോ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. യാനോ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റിച്ചിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി അടുത്ത സ്റ്റിച്ച് സെക്കൻഡ് സ്റ്റിച്ചിൽ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് അതേപോലെ തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. സെയിം സ്പേസിൽ തന്നെ ഒന്ന് ചെയ്തു, സെയിം സ്പേസിൽ തന്നെ ഒന്നുകൂടി ചെയ്യാം. ഇനി 3rd ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 4th സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഈ റൗണ്ടിൽ നമ്മൾ എല്ലാ സ്റ്റിച്ചിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. 5th ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ താഴെ ചെയ്ത 6 സ്റ്റിച്ചിൻ്റെ മുകളിലും 2 വീതം ചെയ്ത് 12 സ്റ്റിച്ചാക്കിയിട്ട് നമ്മൾ ഇൻക്രീസിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ചാണ്. ഈ ലാസ്റ്റ് സ്റ്റിച്ചിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം, 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓരോ റൗണ്ടും കൗണ്ട് ചെയ്ത് അടുത്ത റൗണ്ടിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ഒരു ചെയിൻ സ്റ്റിച്ച് പോലെ ഇവിടെ കാണുമല്ലോ. അപ്പോൾ 1 2 3 4 5 6 7 8 9 10 11 12 12 സ്റ്റിച്ചിൽ നിന്ന് കൗണ്ട് ചെയ്യുക. ഓക്കെ ആണെങ്കിൽ അടുത്ത റൗണ്ടിലേക്ക് പോവാം കേട്ടോ. ഇത് നമ്മൾ 3ാമത്തെ റൗണ്ടാണ്. 3ാമത്തെ റൗണ്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. അതിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം, വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ റൗണ്ടിൽ നമ്മൾ 1 2 1 2 എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു, അതിൽ നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചു. ഇനി സെക്കൻഡ് സ്റ്റിച്ചിൽ നമ്മൾ ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. സെക്കൻഡ് സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു സിംഗിൾ ക്രോഷേ,
സെയിം സ്പേസിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കൂടി ചെയ്യാം. അപ്പോൾ 1 2 ആയി. ഇനി അടുത്ത സ്റ്റിച്ചിൽ 1 ചെയ്യാം. ഇനി അടുത്ത സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഒരു ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അടുത്തതിൽ 1 സിംഗിൾ ക്രോഷേ, അടുത്തതിൽ 2 സിംഗിൾ ക്രോഷേ, ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ, ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ ഈ റൗണ്ടിൽ മുഴുവൻ നമ്മൾ 1 2 1 2 എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 18 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. നമ്മൾ നേരത്തെ 12 സ്റ്റിച്ചാണ് ഉള്ളത്. അതിൽ നമ്മൾ 6 പ്രാവശ്യം ഇൻക്രീസിങ് ചെയ്തിട്ട് 18 സ്റ്റിച്ചാക്കിയിട്ട് ഇൻക്രീസിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ റൗണ്ടും കൗണ്ട് ചെയ്ത് അടുത്ത റൗണ്ടിലേക്ക് പോവാം കേട്ടോ. 1 ചെയ്തു. അടുത്ത സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. നമ്മളെ ലാസ്റ്റ് സ്റ്റിച്ചാണ്. ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ 18 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടോ എന്ന് ഇങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കണേ. അതിനുശേഷം നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. അതിൽ നമുക്ക് വീണ്ടും നമ്മൾ 4th റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 4th റൗണ്ടിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും അതിൽ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. 4th റൗണ്ടിൽ നമ്മൾ 1 1 2 എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ 1 സ്റ്റിച്ച് ചെയ്തു. സെക്കൻഡ് സ്റ്റിച്ചിലും 1 ചെയ്യുക. 2 സ്റ്റിച്ചിലും 1 1 ചെയ്യുക. മൂന്നാമത്തെ സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്യുക. ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ റൗണ്ട് മുഴുവൻ നമ്മൾ 1 1 2 എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ, സെക്കൻഡ് സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷേ, മൂന്നാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ഈ റൗണ്ട് കംപ്ലീറ്റ് ആക്കുമ്പോൾ നമുക്ക് 24 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ ഓരോ റൗണ്ടിലും നിങ്ങൾ സ്റ്റിച്ചസ് കൗണ്ട് ചെയ്ത് അടുത്ത റൗണ്ടിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഈ ഒരു പാറ്റേൺ നമ്മൾ ആ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ റിപ്പീറ്റ് ചെയ്യുക. സ്റ്റിച്ച് മാർക്കർ എത്തിയതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ആയപ്പോൾ 24 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോ റൗണ്ടും നിങ്ങൾ അങ്ങനെ കൗണ്ട് ചെയ്ത് ചെയ്യാം കേട്ടോ. ഇനി സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ആ സ്റ്റിച്ച് മാർക്കറിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇത് നമ്മൾ 5ാമത്തെ റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത് 3 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ആണ്. നമ്മളിപ്പോൾ സ്റ്റിച്ച് മാർക്കർ വെച്ച് അതിലൊന്ന് ചെയ്തു. സെക്കൻഡ് വണ്ണിലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. തേർഡ് വണ്ണിനും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ 4th വണ്ണിൽ ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. സെയിം തന്നെ ഒരു സ്റ്റിച്ചും കൂടി ചെയ്യുക. 4th സ്റ്റിച്ചിൽ 2 എണ്ണം ചെയ്യണം. ഒന്ന് ചെയ്തു. സെയിം തന്നെ ഒരു സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത 3 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1, അടുത്ത ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 2, അടുത്ത ചെയിനിലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 3, അടുത്ത ചെയിനിൽ നമ്മൾ 4ാമത്തെ ചെയിനാണ്. 4ാമത്തെ ചെയിനിൽ നമ്മൾ ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. സെയിം സ്പേസിൽ ഒന്നും കൂടി ചെയ്യുക. അപ്പോൾ ഈ ഒരു റൗണ്ട് ചുറ്റിലും ചെയ്ത് തിരിച്ചു വരാം. ഈ റൗണ്ടിൽ മുഴുവൻ നമ്മൾ 3 സിംഗിൾ ക്രോഷേ, ഒരു ഇൻക്രീസിങ്, 3 സിംഗിൾ ക്രോഷേ, ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് എത്ര സ്റ്റിച്ച് കിട്ടിയെന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 അങ്ങനെ ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 30 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ ഓരോ റൗണ്ടും നിങ്ങൾ ഇങ്ങനെ കൗണ്ട് ചെയ്ത് പോകണം കേട്ടോ. അതിന് പ്രത്യേകം റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത റൗണ്ടിൽ നമ്മൾ 4 സിംഗിൾ ക്രോഷേ, ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഫസ്റ്റ് സ്റ്റിച്ചിൽ നമ്മളൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. സെക്കൻഡ് സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. തേർഡ് സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. 4th സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. ഇനി നമ്മളിവിടെ 5th സ്റ്റിച്ചിലാണ് ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്യുന്നത്. 5th സ്റ്റിച്ചിൽ നമ്മൾ ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ, സെക്കൻഡ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ, തേർഡ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ, 4th സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ. ഇനി നമ്മൾ 5th സ്റ്റിച്ചിൽ ഓരോ ചെയിനിലും 2 സിംഗിൾ ക്രോഷേ വീതം ചെയ്ത് കൊടുക്കാം.
വീണ്ടും 4 സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസിങ് 4 സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ ഇതുവരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. ഈ റൗണ്ട് നമ്മൾ മുഴുവനും 4 സിംഗിൾ ക്രോഷേ 5th ചെയിനിൽ ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 36 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കൗണ്ട് ചെയ്തിട്ട് 36 സ്റ്റിച്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അതിനുശേഷം നമ്മൾ അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്ക് റിമൂവ് ചെയ്യാം. ആ റിമൂവ് ചെയ്ത സ്പേസിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ റൗണ്ട് നമ്മൾ 5 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 6ാമത്തെ സ്റ്റിച്ചിന് ഇൻക്രീസിങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു, അതിൽ നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചു. അടുത്തതിൽ സെക്കൻഡ് സ്റ്റിച്ചിൽ 2ാമത്തെ സിംഗിൾ ക്രോഷേ 3, അടുത്ത സ്റ്റിച്ചിൽ 4, അടുത്ത സ്റ്റിച്ചിൽ 5. ഈ റൗണ്ടിൽ 5 സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസിങ് ആണ്. അപ്പോൾ 6ാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും 5 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 5 5 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 6ാമത്തെ സ്റ്റിച്ചിൽ ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ റൗണ്ട് മുഴുവൻ നമ്മൾ 5 സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസിങ് 5 സിംഗിൾ ക്രോഷേ ചെയ്യുക. 6ാമത്തെ സ്റ്റിച്ചിൽ ഒരു ചെയിനിൽ തന്നെ 2 എണ്ണം ചെയ്യുക. അങ്ങനെ ഈ റൗണ്ട് മുഴുവനും കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. റൗണ്ടിൽ നമ്മൾ 5 സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസിങ് 5 സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്ത് നമ്മൾ ഈ ഒരു എൻഡ് എത്തിയിട്ടുണ്ട്. ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 42 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ ഈ റൗണ്ടിൽ നമ്മൾ എല്ലാ റൗണ്ടിലും ലാസ്റ്റ് സ്റ്റിച്ചിൽ നമുക്ക് ഇൻക്രീസിങ് സ്റ്റിച്ചാണ് വരിക കേട്ടോ. അപ്പോൾ അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് എവിടെയോ സ്റ്റിച്ചസ് മിസ്സായി എന്ന് മനസ്സിലാവുക. ഓരോ റൗണ്ടും കൗണ്ട് ചെയ്ത് അടുത്ത റൗണ്ടിലേക്ക് പോകാം കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് 8ാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ 7ാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് 42 സ്റ്റിച്ചസ് കിട്ടണം. ഇനി അടുത്ത റൗണ്ട് 7ാമത്തെ റൗണ്ട് ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഈ റൗണ്ടിൽ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. എന്നിട്ട് അടുത്ത ഫസ്റ്റ് ചെയിനിൽ നമ്മളൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. 2 3 അടുത്ത സ്റ്റിച്ചിൽ 4 അടുത്ത സ്റ്റിച്ചിൽ 5 അടുത്ത സ്റ്റിച്ചിൽ 6 7 8 9 10 11 12 അങ്ങനെ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ഇതുവരെ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഈ റൗണ്ടിൽ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്ത് ഈ റൗണ്ട് കഴിയുമ്പോൾ നമുക്ക് 42 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഈ റൗണ്ടിൽ നമ്മൾ 42 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടോ എന്ന് ഇങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ കൗണ്ട് ചെയ്തിട്ട് 42 സ്റ്റിച്ച് കിട്ടുന്നുണ്ടോ നോക്കുക. അതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. ആ സ്റ്റിച്ച് മാർക്കറിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെക്കാം. ഇത് നമ്മൾ 9ാമത്തെ റൗണ്ടാണ്. 9ാമത്തെ റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനിയുള്ള 6 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. 2 3 4 5 6 6 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്തു. ഇനി നമ്മൾ 7ാമത്തെ ചെയിനിൽ ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും 6 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ 7ാമത്തെ ചെയിനിൽ 2 സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ആണ് ഈ റൗണ്ട് മുഴുവനും നമ്മൾ ചെയ്യുന്നത്. ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 48 സ്റ്റിച്ചസ് ആണ് കിട്ടേണ്ടത്. അപ്പം 6 സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഈ ഒരു 7ാമത്തെ സ്റ്റിച്ചിലാണ് നമ്മൾ 2 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്തത്. 7ാമത്തെ സ്റ്റിച്ചിൽ 2 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ ഒരു ചെയിനിൽ 2 സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചുറ്റിലും ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടെ ഓരോ ചെയിനിലും 6 സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസിങ് 6 സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ ഇങ്ങനെ നമ്മൾ ചെയ്തിട്ട് ചുറ്റിലും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ എനിക്ക് 48 സ്റ്റിച്ചസ് ആണ് കിട്ടുക. അപ്പോൾ നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കുക 48 സ്റ്റിച്ചാണോ കിട്ടുന്നതെന്ന് കേട്ടോ. അതിനുശേഷം സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം.
വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. നമ്മൾ ഈ ഒരു റൗണ്ടിൽ 10ാമത്തെ റൗണ്ടിൽ ചെയ്യുന്നത് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ്. 10 മുതൽ 15 വരെ നമുക്ക് 6 റൗണ്ടിന് ഈ ഒരു സെയിം പാറ്റേൺ ആണ് ചെയ്യുന്നത്. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഓരോ റൗണ്ടും കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 48 സ്റ്റിച്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം കേട്ടോ. 1 2 3 എന്ന് പറഞ്ഞിട്ട് ഓരോ സ്റ്റിച്ചസും നമ്മൾ കൗണ്ട് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 48 സ്റ്റിച്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ 10ാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ 48 സ്റ്റിച്ച് കിട്ടണം. അതുപോലെ 11ാമത്തെ റൗണ്ടിലും 48 സ്റ്റിച്ച് കിട്ടണം. 12ാമത്തെ റൗണ്ടിലും 48 സ്റ്റിച്ച്, 13ാമത്തെ റൗണ്ടിലും 48 സ്റ്റിച്ച്, 14ാമത്തെ റൗണ്ടിലും 48 സ്റ്റിച്ച്, 15ാമത്തെ റൗണ്ടിലും 48 സ്റ്റിച്ച്. അങ്ങനെ നമ്മൾ 6 റൗണ്ട് ചെയ്യുമ്പോഴും ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്യുക. 48 സ്റ്റിച്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് 6 റൗണ്ടിൽ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്തു. അപ്പോൾ ഓരോ റൗണ്ടിലും നമുക്ക് 48 സ്റ്റിച്ചസും കിട്ടിയിട്ടുണ്ട്. സ്റ്റിച്ചസ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ ഓരോ റൗണ്ടും കൗണ്ട് ചെയ്തിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യും. അങ്ങനെ ചെയ്ത് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ടോട്ടൽ എത്ര റൗണ്ടായി നോക്കാനായിട്ട് നമ്മൾ ഫസ്റ്റ് റൗണ്ട് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. അങ്ങനെ നമുക്ക് ടോട്ടൽ 15 റൗണ്ട് കിട്ടി. ഇനി നമ്മൾ 16ാമത്തെ റൗണ്ട് ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. ഈ സ്റ്റിച്ചിൽ നമ്മൾ ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്ത ആ ഒരു ചെയിനിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ അടുത്ത റൗണ്ടിൽ നമ്മൾ 17ാമത്തെ റൗണ്ടിലെ ഫസ്റ്റ് സ്റ്റിച്ചാണ്. അവിടെ നമ്മൾ വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇത് നമുക്ക് ഈ റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത് 18 സ്റ്റിച്ചിലും ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ്. ഫസ്റ്റ് ചെയിനിൽ നമ്മൾ ഒന്ന് ചെയ്തു, അതിൽ സ്റ്റിച്ച് മാർക്കർ വെച്ചു. 2 3 4 5 6 7 8 അങ്ങനെ 18 ചെയിനിലും നമ്മൾ ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്യുക. ഞാൻ ഇവിടുന്ന് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള 18 ചെയിനിലും ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത 4 ചെയിനിൽ നമ്മൾ രണ്ടെണ്ണം വീതം ചെയ്യുകയാണ്. 4 സ്റ്റിച്ചിന് 8 സ്റ്റിച്ചാക്കി നമ്മൾ ഇൻക്രീസിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. സെയിം സ്റ്റിച്ചിൽ നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ കൂടി ചെയ്യുക. അപ്പോൾ ഒന്നിൽ തന്നെ 2 ചെയ്തു. ഇനി അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒന്നിൽ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ 2 സ്റ്റിച്ചിൽ നമ്മൾ രണ്ടെണ്ണം വീതം ചെയ്തു. ഇനി 3ാമത്തെ സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അതിൽ നമുക്ക് 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ 4ാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അതിൽ നമുക്ക് 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ 4 ചെയിനിലും രണ്ടെണ്ണം വീതം ചെയ്ത് 4 ചെയിനിൽ 8 സ്റ്റിച്ചാക്കി നമ്മൾ ഇൻക്രീസിങ് ചെയ്തു. 4 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീണ്ടും ചെയ്ത് കൊടുക്കുക. 1, അടുത്ത സ്റ്റിച്ചിൽ 2, അടുത്ത സ്റ്റിച്ചിൽ 3, അടുത്ത സ്റ്റിച്ചിൽ 4. 4 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ ഇവിടെ ചെയ്ത സെയിം പാറ്റേൺ തന്നെ ഇവിടെ 4 സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. ആദ്യം സ്റ്റിച്ചിൽ നമുക്ക് 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. സെക്കൻഡ് സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. തേർഡ് സ്റ്റിച്ചിലും നമുക്ക് 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഫോർത്ത് സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ നമ്മൾ 4 സ്റ്റിച്ചിലും രണ്ടെണ്ണം വീതം ചെയ്യുക. 4 സ്റ്റിച്ചിന് 8 സ്റ്റിച്ചാക്കിയിട്ട് നമുക്ക് ഇൻക്രീസിങ് ചെയ്തെടുക്കുക. അപ്പോൾ നേരത്തെ പാറ്റേൺ ചെയ്ത പോലെ തന്നെ 4 സ്റ്റിച്ചിന് 8 സ്റ്റിച്ചാക്കി ഇൻക്രീസിങ് ചെയ്യാം. നമ്മൾ ഇവിടുന്ന് 4 സ്റ്റിച്ച് ചെയ്തു, ഇൻക്രീസിങ് ചെയ്തു. പിന്നെ 4 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. വീണ്ടും 4 സ്റ്റിച്ചിൽ ഇൻക്രീസിങ് ചെയ്തു, 8 സ്റ്റിച്ചാക്കി ഇൻക്രീസിങ് ചെയ്തു. അങ്ങനെ ഇവിടെ ബാലൻസ് ഇനി നമുക്ക് 18 സ്റ്റിച്ച് ഉണ്ടാവും. ആ ഒരു 18 സ്റ്റിച്ചിൽ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്യുക. ഇവിടെ വരെ എത്തുമ്പോൾ 18 സ്റ്റിച്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ കിട്ടുമ്പോഴേ നമുക്ക് കറക്റ്റ് നമ്മളെ പാറ്റേൺ റെഡി ആവുള്ളൂ. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 56 സ്റ്റിച്ചസ് ആണ് കിട്ടുക. അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾ കറക്റ്റ് ചെയ്യുക. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 18 സ്റ്റിച്ച് ചെയ്തു. പിന്നെ നമ്മൾ 4 സ്റ്റിച്ചിന് രണ്ടെണ്ണം വീതം ചെയ്ത് ഇൻക്രീസിങ് ചെയ്തു. പിന്നെ 4 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. അങ്ങനെ എഴുതി വെച്ചിട്ട് ചെയ്യുക.
അങ്ങനെ നമ്മൾ ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 18 സ്റ്റിച്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ 18 സ്റ്റിച്ച് കിട്ടുമ്പോഴേ നമുക്ക് നമ്മളെ കറക്റ്റ് സ്റ്റിച്ചസ് കറക്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ എനിക്കിവിടെ 18 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ നമ്മൾ ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ 56 സ്റ്റിച്ചസ് ആണ് കിട്ടേണ്ടത്. അപ്പോൾ 56 സ്റ്റിച്ച് കിട്ടിയിട്ടില്ലേ എന്ന് നോക്കുക. അതിന് ശേഷം സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. നമുക്ക് 7 റൗണ്ടിലും നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. ഇപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആദ്യം സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക, അതിലൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ഇവിടുന്ന് 7 റൗണ്ടിലും ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഫസ്റ്റിൽ സ്റ്റിച്ച് മാർക്കർ വെച്ചു 1, സെക്കൻഡിൽ ഒരു സിംഗിൾ ക്രോഷ്യ 2, അടുത്തതിൽ 3, 4, 5, 6 അങ്ങനെ നമ്മളിങ്ങനെ ചുറ്റിലും ചെയ്യുമ്പോൾ 56 സ്റ്റിച്ചസ്. അങ്ങനെ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക, അതിൽ വീണ്ടും ഫസ്റ്റ് സ്റ്റിച്ച്, അടുത്ത റൗണ്ടിൽ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുക, എന്നിട്ട് വീണ്ടും ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്യുക. അങ്ങനെ 7 റൗണ്ട് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് 7 റൗണ്ടാണ്. 1 2 3 4 5 6 7 7 റൗണ്ട് നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്ത് ഇങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൗണ്ട് 23 റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 17 മുതൽ 23 വരെ നമ്മൾ ഓരോ ചെയിനിലും ഓരോ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്ത് നമ്മൾ 23ത്തെ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് 24ാമത്തെ റൗണ്ടിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ ഒരു യാൺ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് വലിച്ചു കൊടുക്കുക. നമുക്ക് ഇവിടെ ഐസ് നമ്മളെ കണ്ണുകൾ രണ്ടും നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ബാക്ക് സൈഡാണ്, ബാക്ക് സൈഡിലാണ് നമ്മൾ എപ്പോഴും നമ്മളെ എൻഡിങ് വരിക. അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടുന്ന് 1 ഇതാണ് ഫസ്റ്റ് റൗണ്ട്. ഈ 1 2 3 4 5 6 7 8 9 10 11 12 13 14ാമത്തെ റൗണ്ടിലേക്ക് നമുക്കിങ്ങനെ എടുക്കുക. എന്നിട്ട് നമ്മളിവിടെ ഈ 2 ഭാഗത്ത് നമ്മൾ 4 സിംഗിൾ ക്രോഷ്യ വെച്ചിട്ട് ഇൻക്രീസിങ് ചെയ്തിട്ടുണ്ടല്ലോ. ഈ 2 ഭാഗം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. 2 കവൾ ഇങ്ങനെ വരുന്ന ഒരു ഭാഗമാണിത്. ഈ ഒരു ഭാഗത്തിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ 13ാമത്തെ റൗണ്ടിൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരു കണ്ണ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ. ഇവിടെ 2 ഭാഗത്ത് ഇങ്ങനെ ഒരു പൊന്തൽ പോലെ ഉണ്ടാവും. ആ ഒരു ഭാഗത്താണ് സെൻറ്ററിലേക്ക് ആക്കിയിട്ടാണ് നമ്മൾ ഫസ്റ്റത്തെ കണ്ണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇവിടുന്ന് നമുക്ക് 1 2 3 4 5 6 7 7 സ്റ്റിച്ച് വിട്ടിട്ട് 8ാമത്തെ സ്റ്റിച്ചിൽ നമുക്ക് വീണ്ടും അടുത്ത ഐസും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഐസ് അറ്റാച്ച് ചെയ്യുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റിച്ച് ഒന്നുകൂടി 8 സ്റ്റിച്ച് നടുവിൽ കൊടുത്തിട്ട് അങ്ങനെയും നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ 8 സ്റ്റിച്ച്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഇവിടെ ഈ ഒരു ഭാഗം സെൻറ്ററിലായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഒക്കെ നമ്മൾ നോക്കണേ, വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ആണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം. ചിലപ്പോൾ 8 സ്റ്റിച്ചാവും, ചിലപ്പോൾ 7 സ്റ്റിച്ചാവും. അത് നോക്കിയിട്ട് നിങ്ങൾ ബാലൻസ് ഒക്കെ കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ഒരു ബാക്കിലുള്ള ഈ ഒരു വൈറ്റ് ടോപ്പ് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ നമുക്ക് ആ ടോപ്പ് ഊരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഊരാൻ തന്നെ പ്രയാസമാണ്. അപ്പോൾ അത് കറക്റ്റ് ആക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു സേഫ്റ്റി ഐസിൻ്റെ ഈ ബാക്കത്തെ ഭാഗം ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾ സ്ലീപ്പിംഗ് ഐസൊക്കെ ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു സേഫ്റ്റി ഐസ് അല്ല വെക്കുന്നത്, നിങ്ങൾ ത്രെഡ് കൊണ്ടാണ് ഐസ് വെക്കുന്നതെങ്കിൽ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ അറ്റാച്ച് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ 2 കണ്ണുകൾ ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 24ാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. ആ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്ത് അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് 6 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ ഇൻക്രീസിങ് ചെയ്തു, അതിന് ശേഷം ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്തു. ഇനി നമ്മൾ ഡിക്രീസിങ് ആണ് ചെയ്യുന്നത്. 2 സ്റ്റിച്ചിനെ ഒരു സ്റ്റിച്ചാക്കിയിട്ട് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് 6 സ്റ്റിച്ച് ചെയ്യും, അതിന് ശേഷം 2 സ്റ്റിച്ച്
നമ്മൾ ഡിക്രീസിങ് ചെയ്യും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ 24ാമത്തെ റൗണ്ടിൽ സ്റ്റാർട്ടിങ്ങിൽ ഞാനൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. അതിൽ നമ്മളൊരു സ്റ്റിച്ച് മാർക്കർ വെച്ചു. അപ്പോൾ 1 ചെയ്തു, സെക്കൻഡ് 2, 3, 4, 5, 6 6 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്തു. ഇത് നമ്മൾ ഡിക്രീസിങ് ആണ് ചെയ്യുന്നത്, ഇൻവിസിബിൾ ഡിക്രീസിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 5ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പാണ്. ഇതിങ്ങനെ നിൽക്കുമ്പോൾ നമുക്കൊരു ചെയിൻ പോലെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതുവരെ നമ്മൾ ഈ ചെയിനിൽ ഇങ്ങനെയാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തത്. ഇത് നമ്മൾ ഈ ഒരു ഇത് ഫ്രണ്ട് ലൂപ്പും ഈ ബാക്കിൽ വരുന്നത് ബാക്ക് ലൂപ്പാണ്. ഈ ഫ്രണ്ട് ലൂപ്പിലേക്കാണ് നമ്മൾ ഇനി കണ്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ഫ്രണ്ട് ലൂപ്പ്, പിന്നെ ഇപ്പുറം വരുന്നത് ഈ സൈഡ് വരുന്നത് ബാക്ക് ലൂപ്പ്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ലൂപ്പാണ് ഇൻവിസിബിൾ ഡിക്രീസിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫ്രണ്ട് ലൂപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. തൊട്ടടുത്ത സ്റ്റിച്ചിൻ്റെ 6ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് 7ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 8ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് നമ്മൾ അപ്പോൾ നമുക്ക് ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാണോ ചെയ്യുക ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കിവിടെ 2 ലൂപ്പ് കിട്ടും. വീണ്ടും യാണോ ചെയ്ത് 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കൊരു ഇൻവിസിബിൾ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടും. ഇനി നമ്മൾ വീണ്ടും അടുത്ത 6 സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1, 2, 3, 4, 5, 6 6 സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 7ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 8ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. ഇങ്ങനെ 3 ലൂപ്പ് ഉണ്ടാവും. യാണോ ചെയ്യുക 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ബാലൻസ് 2 ലൂപ്പ് ഉണ്ടാവും. യാണോ ചെയ്യുക 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ഇൻവിസിബിൾ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടി. ഇനി തൊട്ടടുത്ത ചെയിനിൽ 1, 2, 3, 4, 5, 6 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. 7ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 8ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഒരു ഡിക്രീസിങ് ചെയ്യുക. ഇങ്ങനെ ഈ ഒരു 6 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് മാർക്കറിൻ്റെ അവിടെ വരെ എത്തുന്ന വരെ ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മളിങ്ങനെ 6 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. എപ്പോഴും ലാസ്റ്റ് നമ്മൾ ഡിക്രീസിങ് ആണെങ്കിൽ ലാസ്റ്റ് 2 സ്റ്റിച്ച് നമുക്ക് ഡിക്രീസിങ് ചെയ്യാനുണ്ടാവും കേട്ടോ. അങ്ങനെ കിട്ടുമ്പോഴേ നമുക്ക് നമ്മളെ കറക്റ്റ് സ്റ്റിച്ചസ് കറക്റ്റ് ആയിട്ടുണ്ടെന്ന് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ മനസ്സിലാക്കാൻ നമുക്ക് എവിടെയോ സ്റ്റിച്ചസ് മിസ്സായിട്ടുണ്ടെന്ന് കേട്ടോ. അപ്പോൾ ഇൻക്രീസിങ് ആണെങ്കിൽ ലാസ്റ്റ് സ്റ്റിച്ചിൽ ഇൻക്രീസിങ് വരും. ഡിക്രീസിങ് ആണെങ്കിൽ ലാസ്റ്റ് 2 സ്റ്റിച്ച് നമുക്ക് ബാലൻസ് ഉണ്ടാവും ഡിക്രീസിങ് ചെയ്യാൻ. അതൊക്കെയാണ് ഈ ഒരു അമിഗ്രുമി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ 24ാമത്തെ റൗണ്ടിൽ നമ്മൾ 6 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചുറ്റിലും ചെയ്ത് നമുക്ക് 50 സ്റ്റിച്ചസ് ആണ് കിട്ടുക. 50 സ്റ്റിച്ചസ് ആണ് കിട്ടിയിട്ടുണ്ടാവുക. അതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അടുത്ത അതിൽ ആ സ്റ്റിച്ചിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ റൗണ്ടിൽ നമ്മൾ 25ാമത്തെ റൗണ്ടിൽ നമ്മൾ 5 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. അതിൽ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി അടുത്തതിൽ 2, 3, 4, 5 5 സിംഗിൾ ക്രോഷേ. 6ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 7ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യണവ് ചെയ്യുക 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. യണവ് ചെയ്യുക 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മൾ ഒരു ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്തു. ഇനി അടുത്ത സ്റ്റിച്ചിൽ 1, 2, 3, 4, 5 5 സിംഗിൾ ക്രോഷേ. 6ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 7ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇൻവിസിബിൾ സിംഗിൾ ക്രോഷേ ഡിക്രീസിങ് ചെയ്യുക. വീണ്ടും 5 സിംഗിൾ ക്രോഷേ. 1, 2, 3, 4, 5
ആറാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും ഏഴാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഒരു ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ നമ്മൾ ഈ റൗണ്ട് മുഴുവനും കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. റൗണ്ട് മുഴുവനും നമ്മൾ 5 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ചെയ്ത് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 44 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. 25ാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ 44 സ്റ്റിച്ചാണ് കിട്ടുക. അടുത്ത റൗണ്ട് 26ാമത്തെ റൗണ്ട് ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ റൗണ്ടിൽ നമ്മൾ 4 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. ആദ്യം ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. സെക്കൻഡ് വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷ്യ, തേർഡ് വണ്ണിൻ്റെ ഒരു സിംഗിൾ ക്രോഷ്യ, ഫോർത്ത് വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷ്യ. അങ്ങനെ ടോട്ടൽ നമ്മൾ 4 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 5ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 6ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്യുക. ഒരു ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും 4 സിംഗിൾ ക്രോഷ്യ, 1 2 3 4 4 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 5ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 6ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്യാം. ഈ റൗണ്ട് മുഴുവനും നമ്മൾ 4 സിംഗിൾ ക്രോഷ്യ, 1 2 3 4 4 സിംഗിൾ ക്രോഷ്യ 5ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 6ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്യുക. ഈ റൗണ്ട് മുഴുവനും നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് തിരിച്ചു വരാം. റൗണ്ട് മുഴുവൻ നമ്മൾ 4 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു എൻഡ് എത്തിയിട്ടുണ്ട്. ഈ ഒരു റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആകുമ്പോൾ 38 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. നമുക്ക് 27ാമത്തെ സ്റ്റിച്ചസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സിംഗിൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്ത് അതിൽ വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. അതിന് ശേഷം സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് മാർക്കർ വെക്കുക. ഈ ഒരു റൗണ്ടിൽ നമ്മൾ 3 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്തത്. ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു, അടുത്തതിൽ സിംഗിൾ ക്രോഷ്യ, അടുത്ത സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ, അങ്ങനെ ടോട്ടൽ 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 4ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 5ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്യുക. വീണ്ടും 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 4ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 5ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്യാം. 3 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ നമുക്ക് ഇങ്ങനെ ചുറ്റിലും ചെയ്തതുവരെ ചെയ്തിട്ട് തിരിച്ചു വരാം. 3 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ഈ റൗണ്ട് മുഴുവനും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ 27ാമത്തെ റൗണ്ട് ഫുള്ള് ആകുമ്പോൾ നമുക്ക് 32 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. ഇത് നമ്മൾ അടുത്ത റൗണ്ട് 28ാമത്തെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. അതിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നമ്മളെ വർക്ക് ഇങ്ങനെ ഡിക്രീസിങ് ആയി വരുന്നത് കാണും കേട്ടോ. ഈ ഒരു ഹോൾ കണ്ടോ, ചെറുതായി വരും. അതിനാണ് നമ്മൾ ഈ ഒരു ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി ഈ റൗണ്ടിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് ആണ്. സ്റ്റിച്ച് മാർക്കർ ചെയ്ത് അതിലൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. അടുത്ത ചെയിനിലും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചായി. ഇനി നമ്മൾ 3ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 4ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഒരു ഡിക്രീസിങ് ചെയ്യുക. വീണ്ടും തൊട്ടടുത്ത ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. സെക്കൻഡ് ചെയിനിലും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമ്മൾ 3ാമത്തെ ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും 4ാമത്തെ ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്യുക. 2 സിംഗിൾ ക്രോഷ്യ, 1 2 2 സിംഗിൾ ക്രോഷ്യ. 3ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 4ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഒരു ഡിക്രീസിങ് ചെയ്യുക. 2 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ഈ റൗണ്ട് മുഴുവൻ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. റൗണ്ട് മുഴുവൻ നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു റൗണ്ട് കഴിയുമ്പോൾ നമുക്ക് 26 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക കേട്ടോ. നമുക്ക് കുറച്ച് ഈ ഒരു യാൺ ഇങ്ങനെ വലിച്ച് വെക്കാം. അതിനുശേഷം നമുക്ക് ഫൈബർ ഫിൽസ് ആഡ് ചെയ്യാം.
ഫൈബർ ഫില്ല് എവിടെ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ അധികം സ്റ്റഫും ചെയ്യരുത്, അധികം ലൂസും ആവരുത് കേട്ടോ. നമ്മളൊരു മീഡിയം സൈസിലാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ മുകളിലേക്കൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് ആ മുകൾ ഭാഗത്തൊക്കെ ഇങ്ങനെ ആ ഒരു ഫൈബർ ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇങ്ങനെ നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം. ശേഷം ഇങ്ങനെ നമുക്ക് കുറേശ്ശെ ആയിട്ട് ഫൈബർ ഫിൽസ് ഇങ്ങനെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് ഫൈബർ ഫിൽസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അധികം സ്റ്റഫ് ചെയ്തിട്ടുമില്ല, അധികം ലൂസും ആയിട്ടില്ല. എല്ലാ പോർഷൻസിലൊക്കെ നമ്മൾ ഫിംഗർ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നമ്മൾ വലിച്ച് വെച്ചിട്ടുള്ള നൂലുണ്ടല്ലോ, അയാണൊന്ന് നമുക്കിങ്ങനെ വലിച്ച് ചെറുതാക്കി കൊടുക്കാം. എന്നിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. ഇനി നമുക്ക് ആ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്ത് അതിലൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഈ റൗണ്ടിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ രണ്ടാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും മൂന്നാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്തു. വീണ്ടും ഒരു സിംഗിൾ ക്രോഷേ, രണ്ടാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും മൂന്നാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്യാം. അപ്പോൾ ഈ റൗണ്ട് മുഴുവൻ നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ചുറ്റിലും ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ഈ റൗണ്ട് മുഴുവൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 20 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ആ സ്റ്റിച്ച് മാർക്കർ ചെയ്ത അവിടെ നമുക്കൊരു സ്ലീവ് സ്റ്റിച്ച് ചെയ്യുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. 2 ലൂപ്പ് കിട്ടും. യാണോ ചെയ്യുക, ഈ ഒരു ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ചെയിൻ 1 ചെയ്യുക. നമുക്ക് യാണ് കട്ട് ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ ബോഡി പാർട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗം നമ്മളിങ്ങനെ അവിടെ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ കുറച്ചധികം യാൺ എടുത്തിട്ട് നമുക്ക് യാണ് കട്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് യാണ് വലിച്ച് ടൈറ്റാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഹെഡിൻ്റെ പോർഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൽ കുറച്ച് നമുക്ക് നോസൊക്കെ വെക്കാനുണ്ട്. അത് നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം കറക്റ്റ് പൊസിഷൻ എടുത്തിട്ട് നോസൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ.